യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിൽ ലക്ഷക്കണക്കിന് ആളുകൾ, കുടുംബങ്ങൾ ദൈവവചനം ഇന്ന് ദൈവകൃപയിൽ കേൾക്കുന്നുണ്ട്. വളരെ സന്തോഷത്തോടെ ഈ ഒരു ദിവസത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ലക്ഷക്കണക്കിന് വ്യക്തികളുടെ പ്രാർത്ഥനകളുള്ള സ്ഥലമാണ്. ഒത്തിരി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന മനുഷ്യർ ഇവിടെ ഉണ്ടെന്നുള്ളതാണ് ഈ സ്ഥലത്തിൻ്റെ ഐശ്വര്യം. ഈ സ്ഥലത്തെ ദൈവീകമായൊരു അന്തരീക്ഷത്തിൽ നിലനിർത്തുന്നത് നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുവാണ്. ഇങ്ങനെയൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ക്ഷമിക്കേണ്ടവരോട് ക്ഷമിച്ചും സ്നേഹിക്കേണ്ടവരെ സ്നേഹിച്ചും ചേർത്തു നിർത്തേണ്ടവരെ ചേർത്തു നിർത്തിയും ദൈവകൃപയോട് ചേർന്ന് നിൽക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. ഞാൻ ആ പ്രാർത്ഥന ഒന്നും കൂടെ പറയുവാണ്. നമ്മുടെ ഏറ്റവും ആത്മാർത്ഥതയോടെ അത് വിശ്വസിക്കുവാണ്. ക്ഷമിക്കേണ്ടവരോട് ക്ഷമിച്ചും സ്നേഹിക്കേണ്ടവരെ സ്നേഹിച്ചും ചേർക്കേണ്ടവരെ ചേർത്തു നിർത്തിയും ദൈവകൃപയോട് ചേർന്ന് നിൽക്കാൻ കൃപ എനിക്ക് തരണമേ. ദൈവകൃപയോട് ചേർന്ന് നിൽക്കുന്നത് ഒരു നഷ്ടമല്ല, ഒരനുഗ്രഹമായത് മാറും. അതാ ബൈബിൾ പറഞ്ഞത്, ആർക്കും ദൈവകൃപ നഷ്ടമാവാതിരിക്കട്ടെ. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുക. മുടങ്ങാതെ വചനം കേൾക്കുന്നവർ, എത്രയോ അമ്മമാർ, എത്രയോ പിതാക്കന്മാർ, എത്രയോ യുവതീ യുവാക്കൾ, എത്രയോ കുഞ്ഞുങ്ങൾ ദൈവവചനം ശ്രദ്ധിച്ചു കേൾക്കുന്നു. അതവരെ നയിക്കുന്നൊരു ശക്തിയായി മാറും. ദൈവമേ, ഈ വചനം അവരോട് സംസാരിക്കുന്ന ഒന്നായി മാറണമേ. പ്രതീക്ഷയോടെ ഈ വചനം കേൾക്കാം. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം 22 മുതലുള്ള വാക്യം ഒന്ന് വായിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം 22. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ശ്രദ്ധിച്ച് ആ വാക്യങ്ങൾ ശ്രദ്ധിക്കുക. ദൈവം റാഹേലിനെ സ്മരിച്ചു. അവിടുന്ന് അവളുടെ പ്രാർത്ഥന കേൾക്കുകയും അവളുടെ വന്ധ്യത്വം അവസാനിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഒരാൾക്കൊരു വലിയ വിഷമം ഉണ്ടായിരുന്നു. തലമുറകളില്ലല്ലോ എന്നൊരു ദുഃഖം. ആ കാര്യത്തിൽ ഈ വ്യക്തി റാഹേൽ വളരെ ദുഃഖിതയായിരുന്നു. നിങ്ങളേതെങ്കിലും കാര്യത്തിൽ ദുഃഖിതരാണോ? സങ്കടമോ ഒറ്റപ്പെടലോ ഒക്കെ അനുഭവിക്കുന്നൊരു സാഹചര്യമാണോ? റാഹേലിനെ ഓർത്തേ. ദൈവം റാഹേലിനെ സ്മരിച്ചു, ഓർത്തു. പ്രാർത്ഥിക്കുന്ന എന്നെ, നിങ്ങളെ ദൈവം ഓർക്കും. മനുഷ്യൻ മറന്നാലും ദൈവം മറക്കില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമ്മൾ മറന്നാലും ദൈവം അത് മറക്കില്ല. ദൈവം സ്മരിക്കും. ഓർത്തു, അവളുടെ പ്രാർത്ഥന കേട്ടു, അവളുടെ വന്ധ്യത്വം അവസാനിപ്പിക്കുകയും ചെയ്തു. അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. അവൾ പറഞ്ഞു, എൻ്റെ അപമാനം ദൈവം നീക്കിക്കളഞ്ഞിരിക്കുന്നു. ശ്രദ്ധിച്ചേ, ആ വാക്യം ശ്രദ്ധിച്ചേ. എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടപ്പം എൻ്റെ മേലുണ്ടായിരുന്ന അപമാനം, നാണക്കേട് ദൈവം നീക്കിക്കളഞ്ഞിരിക്കുന്നു. അപമാനം നീങ്ങിപ്പോവും. നമുക്കൊക്കെ ഏറ്റവും വേദനയുള്ള, ശരീരത്തിൽ കത്തി കയറുന്നതിനേക്കാൾ വേദനയുണ്ട് അപമാനത്തിൻ്റെ വേദന, നാണക്കേട്. നമ്മൾക്കത് അനുഭവിക്കുക ഒത്തിരി പേരുണ്ട്. നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ കാരണത്താൽ അപമാനമൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ? വിദ്യാഭ്യാസമില്ലാത്തതിൻ്റെ പേരിൽ, വീടില്ലാത്തതിൻ്റെ പേരിൽ, സൗന്ദര്യമില്ലാത്തതിൻ്റെ പേരിൽ, വിദ്യാഭ്യാസത്തിൻ്റെ പേരിലോ എന്തിൻ്റെയൊക്കെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്ന അനുഭവം.
നമ്മളെ തഴയപ്പെടുന്നൊരനുഭവം, നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല, അത് ഭയങ്കര ഒരു വേദനയാണ്. വന്നിച്ചില്ലേൽ നിന്ദിക്കരുതെന്ന് പറയാറില്ലേ? ചിലർ നമ്മളെ നിന്ദിക്കും, കളിയാക്കും, ഭയങ്കരമായി ഒറ്റപ്പെടുത്തും, തള്ളിക്കളയും, ഭയങ്കര അപമാന ഭാരം ചുമക്കുന്നവരുണ്ട്. എന്നാലും എന്നോട് അങ്ങനെ ചെയ്തല്ലോ, എന്നാലും എനിക്കിങ്ങനെ ഒരു അവസ്ഥ വന്നല്ല. ഇങ്ങനെ എത്ര പേരുടെ ജീവിതത്തിൽ നിരാശ വന്നിട്ടുണ്ടെന്നറിയാവോ? നിരാശ. വീടില്ലല്ലോ, സ്ഥലമില്ലല്ലോ, പിള്ളേരുടെ കാര്യമൊന്നും ആയില്ലല്ലോ, അവർക്ക് തലമുറകളായില്ലോ, ഒരു ജോലി ആയില്ലല്ലോ, ഈ പ്രായം വരെ ആയിട്ട് ഒന്നും നേടാൻ പറ്റിയില്ലല്ലോ, ഞാൻ അവരുടെ മുമ്പിൽ എങ്ങനെ നോക്കും? പലരും ആളുകൾ കൂടുന്ന സ്ഥലത്ത് പോകാൻ ഇഷ്ടപ്പെടില്ല. പലരും ഒരു പള്ളിയിലോ ആഘോഷങ്ങൾക്കോ പരിചയക്കാരുള്ള സ്ഥലത്ത് പോവില്ല. ചോദിക്കില്ലേ അവർ, ശരിയായില്ലേ, കല്യാണമായില്ലേ, പിള്ളേരായില്ലേ, വീട് വെക്കുന്നില്ലേ? പലരും പല കാര്യങ്ങളിൽ അപമാനം. പക്ഷെ ഇവിടെ ഒരാളുടെ പ്രാർത്ഥന കേട്ട് സാക്ഷ്യം പറയുക, എൻ്റെ പ്രാർത്ഥന കേട്ട് ദൈവം എൻ്റെ അപമാനത്തെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. ശ്രദ്ധിച്ചോ? അവിടെ ഉണ്ടായിരുന്നു, അതിനെ അങ്ങ് നീക്കിക്കളഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ട്, ആ ഒരു പ്രശ്നമുണ്ട്, ആ പ്രതിസന്ധി ഉണ്ട്. പക്ഷെ പ്രാർത്ഥിച്ചു, ദൈവം അതിനെ നീക്കിക്കളയും. ദൈവം അതിനെ നീക്കിക്കളയും. ആ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, നീക്കിക്കളഞ്ഞിരിക്കുന്നു. എന്നിട്ടോ 24, കർത്താവ് എനിക്കൊരു പുത്രനെ കൂടി തരട്ടെ എന്ന് പറഞ്ഞ് അവൾ അവന് ജോസഫ് എന്ന പേരിട്ടു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയാണ് ആ കുഞ്ഞിന് ജോസഫ് എന്ന പേരിട്ടത്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിച്ചു, ദൈവം അവളെ ഓർത്തു, അവളുടെ അപമാനത്തെ നീക്കിക്കളഞ്ഞു. അവർ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടവന്നു. ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. ഇന്നലെയും ഇതേപോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ് പ്രസംഗിച്ചത്. പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ മുമ്പിലായിരുന്നു വചനം കേൾക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. എല്ലാ കുടുംബങ്ങൾ, മാതാപിതാക്കൾ, പ്രായമായ അപ്പച്ചനമ്മമാർ, യുവതി യുവാക്കൾ, കുഞ്ഞുങ്ങൾ, ആരുമാകട്ടെ, ഇവിടെ എഴുതിയിട്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളുടെ പേരുകളുണ്ട്. പ്രാർത്ഥന അവസാനിപ്പിച്ചിട്ടില്ല. എന്നും പ്രാർത്ഥിക്കുന്നു, എന്നും ഓർക്കുന്നു. ദൈവം അനുഗ്രഹിച്ചോളും. പ്രാർത്ഥിക്കുന്ന നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. നിങ്ങളുടെ അപമാനത്തെ ദൈവം നീക്കിക്കളയും. സാക്ഷ്യമായി എഴുന്നേറ്റ് നിൽക്കും. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണം, എല്ലാത്തരം ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. മന്ത്രവാദത്തിൻ്റെ, കൂടോത്തരത്തിൻ്റെ, ക്ഷുദ്രപ്രയോഗത്തിൻ്റെ ദുഷ്ടശക്തികളിൽ നിന്ന് ഞങ്ങളെ സൂക്ഷിക്കണം. ദീർഘായുസ്സും ആരോഗ്യവും തരണം. സന്തോഷവും സമാധാനവും തരണം. ശരീരത്തിൻ്റെ അകവും പുറവും സൂക്ഷിക്കണമേ. ഒരു കുറവും വരാതെ ഞങ്ങളെ പരിപാലിക്കണമേ. ഇവിടെയുള്ള എല്ലാ ശുശ്രൂഷകളെ അങ്ങ് അനുഗ്രഹിക്കണേ. ഇവിടെ വരുന്നവരെയെല്ലാം അനുഗ്രഹിച്ച് പറഞ്ഞു വിടണമേ. ഈ വചനം കേൾക്കുന്ന ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലുള്ളവരെ അങ്ങ് കൈനീട്ടി അനുഗ്രഹിക്കണമേ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ പ്രാർത്ഥനയോടെ മനസ്സുകൊണ്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. സാധ്യമെല്ലാവർക്കും അയച്ചു കൊടുക്കണം. ഒരനുഗ്രഹമായത് മാറും. ഞാൻ നിമിത്തം ഒരാൾ ഒരനുഗ്രഹമാകട്ടെ. ഞാൻ കാരണം ഒരാൾക്കൊരനുഗ്രഹം ഉണ്ടാകാൻ ഇടയാകട്ടെ. നാളെയും 5:30 ഒരുമിച്ച് കാണണം. ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.